എപ്പം ഒരു എളുപ്പം വിചാരിച്ചിട്ടാണ് അന്നത്തെ ദിവസം പണി കിട്ടുക, അത് ഉറപ്പാണ്. ഇന്ന് കാലത്ത് അതുപോലെ തന്നെ ഞാൻ ജിമ്മിന് പോകുമ്പോഴേക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് പോകാൻ വിചാരിച്ചത്. കാരണം വെച്ചാൽ ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സൈക്കിൾ റൈഡൊക്കെ ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഫുഡ് വേഗം കഴിക്കുകയേ ഉണ്ട്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി. തക്കാളി ചട്നിക്ക് വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, ഏകദേശം റെഡിയായി. പിന്നെ ഇപ്പുറത്ത് ഇഡ്ഡലിക്ക് വെച്ചതാണ്, പക്ഷേ ഇഡ്ഡലി റെഡിയായി വരുമ്പോഴേക്ക് അത് കൊളായി. എന്തായെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയായി സംഭവം, കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ സംഭവിച്ചത്, ഞാൻ വേഗം പോയി നോക്കുമ്പോഴേക്ക് ഇഡ്ലിൻ്റെ അരി വെച്ചതും പിന്നെ എന്താ പറയുക ചോറിൻ്റെ അരി വെച്ചതും അടുത്തടുത്താണ്. അപ്പോൾ അതിനായി എടുക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് എടുത്തത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി അരി എടുക്കേണ്ടതിന് പകരം ചോറിൻ്റെ അരി എടുത്ത് കിട്ടിയില്ലേ പണി. ഇനിയിപ്പോൾ ഇഡ്ഡലി എന്തായാലും ആവില്ല, ഞാൻ പോയി വന്നിട്ട് വേഗം എന്താ പറയുക ദോശ ഉണ്ടാക്കാൻ വിചാരിക്കും. ഉഴുന്ന് ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഉഴുന്ന് ദോശയെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കല്, ഉമ്മ ഉണ്ടാക്കൂല. അപ്പോൾ ഇനി 9 മണി വരെ റൈഡ് ചെയ്യണം വിചാരിച്ചാൽ അതിന് നടക്കൂല. ഒരു 8-8:30 ആകുമ്പോഴേക്ക് തിരിച്ചിവിടെ എത്തണം. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഇതാ മുന്തിരി വെള്ളത്തിലിട്ടത് കുടിച്ചിട്ടേ പോക്ക്. എണീക്ക് പോണേ, സമയം 5:30 മണിയായി. ഇനി ഇവനെ വിളിച്ച് എണീപ്പിച്ച് പോകുമ്പോഴേക്ക് 5:40 ഉറപ്പാണ്. കാരണം ആദ്യം ഒരു 5 മിനിറ്റ് എന്ന് പറയും, പിന്നെ ഒരു 5 മിനിറ്റ് അല്ലേ മാച്ചോ. എണീക്ക് പോനെ മാച്ചോ, എണീക്ക് പോനെ, വാ വാ വാ. മമ്മ ജിമ്മിന് പോകുന്നത്, വേഗം എണീക്ക്. 5 മിനിറ്റ് ഉറങ്ങണ്ട, വാ വാ എണീക്ക് എണീ. ഓക്കെ കേട്ടാ. അമ്മിപ്പോൾ 7 മണിയായിട്ട് 7:30 മണി വരെ ജിമ്മുണ്ട്. പിന്നെ ഞാൻ 7 മണിയാകുമ്പോൾ ഇറങ്ങി അവിടുന്ന്. കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് റൈഡ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. കാരണം ഇപ്പോൾ കാലത്താകുമ്പോൾ നല്ല സുഖമാണ്. വൈകുന്നേരം എപ്പോൾ വിചാരിക്കും, പക്ഷെ എപ്പോൾ ഇറങ്ങാൻ കഴിയല്ലോ, ഓരോരോ തിരക്കല്ലേ. ചക്കിക്കുട്ടി കുറെ കാലത്തിന് ശേഷമല്ലേ ചക്കിനെ കാണുന്നത്. റൈഡെല്ലാം അവസാനിച്ച് വീട്ടിലെത്തി. ഇന്ന് ഇതാ 17 കിലോമീറ്റർ 16.95 ഇന്ന് റൈഡ് ചെയ്തത്. പിന്നെ 20 ആക്കണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു മഴ കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറയില്ലേ ഇഡ്ഡലി കൊളായതുകൊണ്ട് വന്നിട്ട് ദോശയിലും ചുടണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നടക്കൂല. ഇപ്പം തന്നെ സമയം 8:10. സമയം ഇപ്പോൾ 9:30 മണിയായ. എൻ്റെ ഏകദേശം പണിയെല്ലാം ഒതുക്കി. വെള്ളം നനക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ വെള്ളം നനക്കാൻ ഉപ്പ ചെയ്തോളാന്നാണ്. ഉപ്പ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി വന്നിട്ട് നാട്ടിലെ. അപ്പോൾ ഉപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നനക്കലെല്ലാം ഉപ്പ ചെയ്തോളാം. അപ്പോൾ ആ ഒരു പണിയെല്ലാം എനിക്ക് പിന്നെ കുറഞ്ഞു കിട്ടി. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അവഞ്ചർ കുട്ടിനെ കൊണ്ടുവെക്കണം. അപ്പോൾ ഞാൻ അന്ന് പറയില്ലേ അവഞ്ചറിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, പിന്നെ കാർബറേറ്ററിൻ്റെ നീഡിൽ മിസ്റ്റേക്ക് ആയിട്ട് ഉള്ളതെന്ന്. അപ്പോൾ അത് എത്തിയെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാണ്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞത്. എന്നോട് 9:30 എത്താൻ പറഞ്ഞു. ഇപ്പം സമയം എത്രയാണെന്ന് പറയാം, 10:30 മണിയായി. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പെട്രോൾ ഞാൻ പകുതി ആക്കിയിട്ടാണ് അവിടെ കൊണ്ടുവച്ചത്. പക്ഷെ വണ്ടി എടുക്കുമ്പോഴേക്ക് പറഞ്ഞാൽ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് ഇന്ന് കൂടുതൽ പെട്രോൾ അടിക്കുന്നില്ല, ഏകദേശം 100 രൂപക്ക് മാത്രമേ പെട്രോൾ അടിക്കുന്നുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ്. പാർട്സ് ആണെങ്കിൽ അവർ ഇപ്പം തന്നെ തരാം, വണ്ടി കൊണ്ടുപോയിക്കോന്ന് പറയും. പക്ഷെ പാർട്സ് ഞാൻ കൊണ്ടുപോയിട്ട് എന്താക്കാനാ, പിന്നെയോ വേറെ എവിടെയെങ്കിലും വർക്ക് ഷോപ്പിലൊക്കെ പോകണ്ടേ. അപ്പോൾ ഞാൻ വേറെ വേണ്ട, കുഴപ്പമില്ല നിങ്ങൾ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് മിക്കവാറും ആവുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നാളെ റെഡി ആവുള്ളൂ. ബസ്സിന് പോകുന്ന നല്ല പ്രശ്നം ഈ ഹെൽമെറ്റും തൂക്കിപ്പിടിച്ച് നടക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. മുമ്പെല്ലാം ആണെന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സസെല്ലാം വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽമെറ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകണം. അത് വലിയൊരു പണിയാണ്. ബസ്സിലൊക്കെ പോകുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ബസ് കിട്ടും, പക്ഷേ സീറ്റ് കിട്ടാൻ ഒരു വഴിയില്ല. അവിടെ ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് കയറാറ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് സ്റ്റാൻഡ്, നടക്കേണ്ട ദൂരമുള്ളൂ. പക്ഷേ രാവിലെ മുന്നേ നടക്കുക എല്ലാം ചെയ്യുന്നല്ല, അത് ടയേർഡായി. എനിക്കിപ്പോൾ സ്നാക്സ് കഴിക്കേണ്ട സമയമായി, 11:15. പക്ഷേ ഇപ്പം നോക്കട്ടെ, ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞ് അവിടുന്ന് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്.
കണ്ണൂരിലുള്ള പഴയ ബസ് സ്റ്റാൻഡ്, പിന്നെ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡും കൂടി ഉണ്ട്, തറക്കര ബസ് സ്റ്റാൻഡ്. എല്ലാ ബസ്സും അവിടുന്ന് ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. ബസ് സ്റ്റാൻഡിൽ എല്ലാ സ്ഥലത്തും നോക്കി അവിടെയും ഫ്രൂട്ടിൻ്റെ കടി അങ്ങനെയൊന്നുമില്ല, ആകെയുള്ളത് ചായപ്പൊടിയെ മാത്രമാണ്. അവിടെ ഞാൻ പിന്നെ വിചാരിച്ച് ചായപ്പൊടിയായിരുന്നു ആദ്യം ചായ കുടിക്കാൻ ചോദിച്ചത്. പക്ഷേ ചായ കുടി നിർത്തിയുകൊണ്ട് ചായ വേണ്ട. പിന്നെ പാലുണ്ടോ ചോദിച്ചപ്പോൾ പാലുണ്ട് നടക്കില്ല, പാല് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ട്. നേരത്തെ വേണ്ട സ്നാക്സുകൾ വേണ്ട, തൽക്കാലം ഒരു പാൽ കുടിച്ചിട്ട് എന്താ പറയുക ഇവിടുന്ന് വിടാൻ ചോദിച്ചു. ഞാനിവിടെ എത്തുന്നതിന് എനിക്ക് 2 കസ്റ്റമർ വന്നിട്ടുണ്ട്, പുറത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരുന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓടിയതാണ്. ഇവിടെ എത്തുമ്പോഴേക്ക് ആകെ ടയേർഡായി, ഭയങ്കര ചൂട്. പിന്നെ വെള്ളം കുടിച്ച് അവരൊന്ന് ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചപ്പാത്തി ചൂടാക്കാൻ വേണ്ടി. അപ്പോൾ ഉമ്മ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോറ് വേണ്ടാത്തതുകൊണ്ട് ഇപ്പം ചപ്പാത്തി ചൂടാക്കി എടുക്കണം. അങ്ങനെ കസ്റ്റമറെല്ലാം വിട്ട് കഴിഞ്ഞ് വേഗം എന്താ പറയുക നമ്മൾ ചപ്പാത്തി ചൂടാക്കട്ടെ. കാരണം വെച്ചാൽ വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നതിന് അത്രയും നല്ല 1.5 വിശപ്പാണ്. ചപ്പാത്തി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ വേണ്ടു. ഇത് ചെമ്മീൻ കറിയാണ്, തേങ്ങ അരച്ച ചെമ്മീൻ കറി. തേങ്ങ നമ്മൾ അങ്ങനെ തിന്നലില്ല, അത് വേണ്ട. അതുകൊണ്ട് തൽക്കാലം ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടില്ല, ചെമ്മീൻ വരട്ടിയത്, ഉള്ളിയിലിട്ടിട്ട് ചെമ്മീൻ വരട്ടിയത്. എൻ്റെ ഫുഡ് എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. കാരണം അപ്പുറത്ത് മമ്മിയും മാച്ചും എല്ലാം കൂടി ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടാണ്. അവിടെ ഞാൻ വേഗം റൂമിലേക്ക് വന്ന്. കാരണം വെച്ചാൽ എനിക്ക് വേഗം ഇത് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ആദ്യം പോകാൻ വേണ്ടി. കാരണം ഇവിടെ എത്തുമ്പോഴേക്ക് ആകെ വിയർത്ത് നാശവശായി. പിന്നെ എന്താ പറയുക, ഭക്ഷണം കഴിച്ചിട്ട് ഏതായാലും ഡ്രസ്സ് ചെയ്യാൻ മാറ്റാന്ന് വിചാരിച്ച്. കാരണം വെച്ചാൽ വിശപ്പിൻ്റെ കാടിൻ്റെ അതൊന്നും പറയണ്ട, എല്ലാം കൂടി ഇന്ന് കൊളായിട്ടുള്ളത്. പിന്നെ മുമ്പെല്ലാം ആണെങ്കിൽ ഈ ചപ്പാത്തി ചൂടേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേഗം ചോറെടുത്ത് കഴിക്കും. ഇപ്പം ഈ ഒരു പരിപാടി തുടങ്ങിയോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമുള്ളപ്പോൾ കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് പുറത്തെല്ലാം പോയി വന്നു കഴിഞ്ഞാൽ വേഗം എടുത്ത് ചൂടാക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ്, അതോടുകൂടിയാണ് നമ്മളെ ചപ്പാത്തി റെഡി. ഇപ്പോൾ ഒരു സാധനത്തിന് തപ്പി ലാസ്റ്റ് കിട്ടി. എന്താ സാധനം എന്ന് പറയാൻ ജൂപ്പിറ്ററിൻ്റെ സർവീസ് ബുക്കാണ്. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ട് വേണം പഴയങ്ങാട് നേരെ ബസ്സിന് പോയിട്ട് അവഞ്ചർ എടുക്കാൻ വേണ്ടി. അപ്പോൾ 3:30-4 മണിയാകുമ്പോഴേക്ക് അവിടെ എത്താനേ പറയും. ഇപ്പോൾ സമയം 2:30 മണിയായി. എൻ്റെ കൂടെ മാച്ചും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചുവിന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാറുണ്ടല്ലേ മാച്ചു? സ്കൂള് തുറക്കാറായി. അതാ മാച്ചു ആദ്യമായിട്ടല്ലേ ഹെൽമെറ്റിൽ ഇട്ടിട്ട് ഇറങ്ങുന്നേ. ഒന്ന് കാണിച്ചേ. തിരിച്ചു വരുമ്പോ മഴ പെയ്യലാന്ന് അറിയില്ലതാ, നല്ല മഴക്കാറുണ്ട്. നമ്മളെ വണ്ടിയും കൊണ്ടുവച്ചതാ. നമ്മൾ രണ്ടാളെ കയ്യിലും ഹെൽമെറ്റെല്ലാം വെച്ചിട്ട് ഇപ്പൊ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. പക്ഷെ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു വേണ്ട ഇവിടെ നിന്നാൽ മതി. അപ്പോൾ ഇവിടെ നിർത്തുന്ന പറഞ്ഞുള്ളത്. ഏതായാലും വെയിറ്റ് ചെയ്യാണ്. ഗായ്സ്, എങ്ങനെയാണ് നമ്മളെ വണ്ടിൻ്റെ പ്രോബ്ലം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു നീഡിലൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു എയർ കുഷ്യൻ. അപ്പോൾ അതിന് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ട് അവരോട് പറഞ്ഞിട്ട് അത് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് പോകുമ്പോൾ അന്ന് ഊതി പൊന്തിച്ചിട്ടില്ലേ, ആ ഒരു പാക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ആവശ്യം കഴിയുമ്പോൾ ഊരി വെക്കാം. മാച്ചുവിൻ്റെ ബാഗ് വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജാക്കറ്റ് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് വീക്ക് എനിക്കൊരു റൈഡ് ഉണ്ടെന്ന്. അപ്പം അത് കുറച്ച് ലോങ് ആയിട്ട് പോകുന്ന റൈഡാണ്. അവിടെ ഞാൻ ചെയ്താലൊരു ജാക്കറ്റ് വാങ്ങിക്കണം. അപ്പം ഞങ്ങൾ അന്ന് പോയില്ലേ കക്കാടിലുള്ള ഒരു ഷോപ്പ്, കേറൈഡ് ഗിയേഴ്സ്. അപ്പം അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു മോഡലാണ് കേട്ടോ, ബ്രദർഹുഡിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ വേറെ കുറേ മോഡൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സൈസ് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ സൈസ് കറക്റ്റ് ആവുന്ന ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 7,000 ആണ്. ഞാൻ കൂട്ടിയതാണ് മാച്ചുവിനെ. മാച്ചു വാങ്ങിച്ച സംഭവം നോക്കിയിട്ട് ഹെൽമെറ്റിന് കൊമ്പില്ലാത്തതുകൊണ്ട് ഒരു വിഷമം വേണ്ട അല്ലേ. ഞങ്ങൾ ഇനിയിപ്പോൾ മാച്ചുവിൻ്റെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പം ജാക്കറ്റ് ഇവിടെ തന്നെ വെച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട്. അപ്പോൾ മാച്ച് ബാക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ സിറ്റി സെൻറ്ററിലെല്ലാം പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ ഇതും കൊണ്ട് നടക്കുക ചെയ്താൽ ഇത് ഇവിടെ നിൽക്കട്ടെ, തിരിച്ച് പോകുമ്പോൾ എടുക്കാണ്. പിന്നെ എന്താ പറയുക, മാച്ചുവിൻ്റെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി സിറ്റി സെൻറ്ററിലൊക്കെ പോകുന്നത്. മാച്ചുവിന് ഇപ്പോൾ തിങ്കളാഴ്ച മുതലേ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ബാഗും ഇല്ല, ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുമ്പോഴേക്കാണ് പിന്നെ സ്കൂളില്ലാണ്ടായി. അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിച്ചില്ല.
നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മാച്ചുവിന് സ്റ്റേഡിയത്തിലെത്തുമ്പോഴേക്കുണ്ടല്ലോ ഭയങ്കര ആഗ്രഹം ഒരു ഫലൂദ കുടിക്കണം. ആ ആഗ്രഹം കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു മാസത്തിൻ്റെ മേലെയായി പിന്നെ എന്താ പറയുക സ്വീറ്റ്സ് ഒന്നും കഴിക്കാത്തത്. അപ്പോൾ ഇവൻ്റെ ഈ ഫലൂദ കുടിക്കാനുള്ള ആഗ്രഹം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനും കുടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പെല്ലാം ആണെങ്കിൽ തടി കൂടും വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പം വർക്കൗട്ട് കൂടി സൈക്കിൾ റൈഡും പിന്നെ അതുപോലെ തന്നെ ജിമ്മെല്ലാം കൂടി ആകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും തടി കൂടില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഏതായാലും ഒരു ഐസ്ക്രീം അല്ലേ അത് കുടിച്ച് കളയാൻ വെച്ച് ഞങ്ങളിപ്പോൾ സ്റ്റേഡിയത്തിലുള്ള ഐസ്ബർഗിലാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് പിന്നെ എന്താ ഫ്രൂട്ട് സലാഡാണ്. മാച്ചു അങ്ങനെയല്ല, മാച്ചു എന്നല്ല സ്നോ റോക്ക് അല്ലേ. മാച്ചുവിൻ്റെ വലിയ ഐസ്ക്രീം എൻ്റെ ഉണ്ട്. മാച്ചു ഫുൾ ഫ്രൂട്ട്സും ഒറ്റ സ്കൂപ്പ് വാനില ഐസ്ക്രീമും. വാവ്, ഈ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോഴല്ലോ ഞാൻ എപ്പോൾ ഓർമ്മിച്ചത് നമ്മൾ കോളേജ് ഡേയ്സാണ്. കാരണം നമ്മുടെ കോളേജിൽ നിന്ന് ആഴ്ചക്ക് ഒരു ദിവസം പുറത്തൊരു ബോയ്സ് സോൺ എന്ന് പറയുന്ന ഒരു കൂൾ ബാർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഫ്രൂട്ട് സലാഡ് കഴിക്കുക. ഇപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ്. നമ്മളെ ഫ്രൂട്ട് സലാഡ് എപ്പോൾ മുമ്പിലെത്തുന്ന അന്നേരം ഓർമ്മ വരും. സമയം ഉണ്ടല്ലോ 6:15 നല്ല ഒരു ഇരുട് വരാൻ തുടങ്ങി. ഇപ്പം പിന്നെ വേഗം സന്ധ്യ ആവുന്നുണ്ട്, ബാങ്കൊക്കെ വേഗം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ പോയിട്ട് ജാക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. വന്നപ്പാടന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ഇനിയിപ്പം പിന്നെ എന്താ പറയുക കുളിക്കാനൊന്നും സമയമില്ല. ഏതായാലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ സമയം ഇപ്പോൾ 7:30 മണിയായി. ഇനി വേഗം ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റാഗി വെച്ചിട്ട് നൂൽപുട്ടും പിന്നെ ബാക്കിയുള്ളവരിക്കലും അരിദോശയാണ്. ഇതിന് എലൈറ്റിൻ്റെ റാഗി പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടി ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇടിയപ്പം ഇതിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പൊടി ഉപയോഗിച്ചിട്ട് സാധാരണ ദോശ ചുടലുണ്ട്, പക്ഷെ ഇടിയപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അരിയെല്ലാം പിന്നെ എന്താ പറയുക വാട്ടിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ വാട്ടിയെടുക്കണം. ഇത് എനിക്ക് ഒരു കൈ വെച്ചിട്ട് മാത്രം ചെയ്യാൻ കഴിയില്ല, പഠനം എഴുതാനല്ലേ ഇരുന്ന്. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇത് എന്താ പറയുക റെഡിയാക്കി എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. ഒരു എന്താ പറയുക കൈ വെച്ചിട്ട് നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു പാകം, ഒരു ചൂട് തണിയുന്ന സമയത്ത് നല്ലോണം ഇതൊന്ന് പിന്നെ എന്താ പറയുക കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളവരെ ദോശ ഇത് ഇവിടെ റെഡി ആകുന്നുണ്ട്. എല്ലാവരും കൂടി ഒറ്റ വണ്ടിക്ക് പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റാഗിയും പിന്നെ ഓട്സ് അങ്ങനത്തെ എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ബാക്കി ഒറ്റ ഒരാളത് കഴിക്കില്ല, ബാക്കിയുള്ളവർക്കെല്ലാം വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ രാത്രിയെല്ലാം ആകുമ്പോഴാണ് പിന്നെ എന്താ പറയുക കൺഫ്യൂഷൻ ആകുക, എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക. ഇതൊന്നും കൂട്ടിയിട്ടില്ല, കറിയൊന്നും കൂട്ടിയിട്ടില്ല. അതെ, എന്തുണ്ട് ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടമായ? അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.